+1 Physics Chapter 12 Thermodynamics. ആദ്യം തന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഒരു സിസ്റ്റത്തിന് സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എനർജി ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ടും എക്സ്റ്റേണൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. First law of thermodynamics is in accordance with the law of conservation of energy. First law of thermodynamics ന്റെ mathematical statement പഠിക്കണം. Delta Q equal to delta U plus delta W. Delta Q എന്ന് പറഞ്ഞാല് quantity of heat energy supplied നെ സൂചിപ്പിക്കുന്നു. U internal energyക്കുള്ള ടേം ആണ്. W work done ഉള്ള ടേം ആണ്. ഇനി ഏതാനും പ്രോസസ്സസ് പഠിക്കാം. ഐസോതെർമൽ പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്. ഐസോതെർമൽ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഐസോബാറിക് പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഐസോകോറിക് വോളിയം കോൺസ്റ്റന്റ് ആണ്. അഡിയബാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ അഡിയബാറ്റിക് പ്രോസസ് എന്നാൽ നോ ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ് എന്നതാണ്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0. അപ്പൊ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു എന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം ആപ്ലിക്കേഷൻസ് തുടർന്ന് കാണാം. ബാക്കിയുള്ള ഇക്വേഷൻസ് എല്ലാം കാണാതെ പഠിച്ചിരിക്കണം. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ an isothermal process is PV equal to a constant. Equation of state for an adiabatic process is PV raised to gamma is a constant. Gamma is the ratio of specific heats. Then expression for the work done by an ideal gas during an isothermal process. ഈ ഡെറിവേഷൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. ക്ലാസ് തരാം. ഹീറ്റ്, ഇന്റേണൽ എനർജി ആൻഡ് വർക്ക്, ഈ കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഊഷ്മാവും താപവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഊഷ്മാവ് എന്നാൽ ടെമ്പറേച്ചർ, താപം എന്നാൽ ഹീറ്റ്, താപോർജം ഹീറ്റ് എനർജി. ഓക്കെ, ഊഷ്മാവിലുള്ള വ്യത്യാസം കാരണം രണ്ടോ അതിലധികമോ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജ രൂപമാണ് താപോർജം അല്ലെങ്കിൽ ഹീറ്റ് എനർജി. ഹീറ്റ് ഈസ് ദ ഫോം ഓഫ് എനർജി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ 2 or more systems or systems and its surroundings by virtue of temperature difference. ഊഷ്മാവിലുള്ള വ്യത്യാസം കാരണം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജ രൂപമാണ് ഹീറ്റ്. ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഹീറ്റ് എനർജിയാണ്. ഓക്കെ, ഗ്യാസ് മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇന്റേണൽ എനർജി എന്നാൽ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും തുകയാണ്. ഇനി നമുക്ക് ഒരു സിലിണ്ടറിൽ എടുത്തിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യാം. ഗ്യാസ് സിലിണ്ടറിൽ എടുത്തിരിക്കുന്നു, അതിനൊരു പിസ്റ്റൺ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് മോളിക്യൂൾസിനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവ എക്സ്പാൻഡ് ചെയ്യും, വോളിയം കൂടും. അപ്പോഴേക്കും ആ കിട്ടുന്ന എനർജി എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതായത് ഇവിടുത്തെ നമ്മുടെ ചക്രം കറക്കാനായിട്ടും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, വെൻ ഹീറ്റ് ഈസ് ഗിവൺ ടു എ സിസ്റ്റം, ദ സിസ്റ്റം യൂസ് പാർട്ട് ഓഫ് ഇറ്റ്സ് എനർജി ടു ഇൻക്രീസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾസ് ആൻഡ് ദ റിമൈനിങ് പാർട്ട് ടു ഡു എക്സ്റ്റേണൽ വർക്ക്. ഗ്യാസ് മോളിക്യൂൾസിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും മോളിക്യൂൾസിന്റെ എനർജി കൂടും, കൈനറ്റിക് എനർജി കൂടും. അതുപോലെ എക്സ്പാൻഷന്റെ ഫലമായിട്ട് എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഈ ചക്രത്തിനെ കറക്കുന്നതാണ് ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. മറ്റ് പല ഫോം ഓഫ് യൂസ്ഫുൾ വർക്കായിട്ടും എക്സ്പാൻഷന്റെ സമയത്തുണ്ടാകുന്ന ഇന്റേണൽ എനർജിയെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഹീറ്റ്, ഇന്റേണൽ എനർജി, വർക്ക്, ഈ ഭാഗത്ത് നമ്മൾ കണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. The first law of thermodynamics states that the amount of heat given to a system is equal to the sum of the increases in internal energy of the system and the external work done. ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുകയാണ്.
ഡെൽറ്റ ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അത് രണ്ട് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കപ്പെടും. ഒന്ന് ഇന്റേണൽ എനർജി കൂട്ടാൻ, മറ്റൊന്ന് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യാൻ. ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടി ഹീറ്റ് എനർജി പ്രയോജനപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന്റെ കാര്യത്തിലാണെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ സ്റ്റേറ്റിന് വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജിക്ക് വേണ്ടിയിട്ട് ആ ഇന്റേണൽ എനർജി പ്രയോജനപ്പെടുത്തുന്നില്ല. പക്ഷെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. അപ്പോ കൈനറ്റിക് എനർജിയാണ് കൂടുന്നത്. കൈനറ്റിക് എനർജി കൂടുന്നു, അതിന്റെ ഫലമായിട്ട് എക്സ്പാൻഷൻ ഉണ്ടാകുന്നു, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം അത് കാണപ്പെടുന്നത് കൈനറ്റിക് എനർജി ഇൻക്രീസ് ആയിട്ടാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ യു. ഇനി ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, വർക്ക് എന്നാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഗ്യാസ് മോളിക്യൂൾസിന്റെ കാര്യത്തിലാണെങ്കിൽ ഫോഴ്സ് എന്നാൽ പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. പ്രഷർ ഇൻറ്റു ഏരിയ. പിന്നെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വോളിയത്തിലുണ്ടാവുന്ന വ്യത്യാസം, എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്ത് ഗ്യാസ് പിസ്റ്റൺ മാറുന്നു എന്നുള്ളത്, അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി, പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം. This is first law of thermodynamics. Delta Q equal to delta U plus delta W. Okay. Work done is force into displacement. Force എന്നാൽ pressure into area. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ pressure into area into displacement എന്ന് പറയും. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ് ചേഞ്ച് ഇൻ വോളിയം. പിസ്റ്റൺ എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് ചേഞ്ച് ഇൻ വോളിയം. സോ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി. ദിസ് ഇസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഗിവൺ ടു ദ സിസ്റ്റം ഡെൽറ്റ ക്യൂ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് ഫോർ വർക്ക് ഡൺ ഡ്യൂറിംഗ് expansion. We will derive today an expression for the work done during an isothermal process. Okay. What is an isothermal process? An isothermal process is one in which the pressure and volume of the system change but temperature remains constant. Pressureum volumeum change ചെയ്യും, പക്ഷേ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്ന പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ് എന്നറിയപ്പെടുന്നത്. വെറുതെ അങ്ങ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താനൊന്നും പറ്റില്ല. അതിന് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതെല്ലാമാണ് ആ കണ്ടീഷനുകൾ? ഫസ്റ്റ് കണ്ടീഷൻ, ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ മസ്റ്റ് ബി പെർഫെക്റ്റ്ലി കണ്ടക്ടിംഗ് ടു അലോ ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദി സറൌണ്ടിങ്സ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന വെസലിന്റെ, ഗ്യാസിനെ ഹീറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന വെസലിന്റെ വാൾസ് കണ്ടക്ടിംഗ് വാൾസ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് അലൗ ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദി സറൌണ്ടിങ്സ്. ഓക്കെ, കംപ്രഷൻ പ്രോസസ്സും ഉണ്ടാവും, എക്സ്പാൻഷൻ പ്രോസസ്സും ഉണ്ടായിരിക്കും. അപ്പോ ഈ പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ട് നടക്കുന്നതായിരിക്കണം. So that there should be sufficient time for the exchange of heat. Okay. കംപ്രഷനും എക്സ്പാൻഷനും ഒക്കെ നടക്കുമ്പോൾ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് നടത്തി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയം ആവശ്യം പോലെ കിട്ടണം. പ്രോസസ് ഷുഡ് ബി വെരി സ്ലോ സോ ദാറ്റ് ദ ടെമ്പറേച്ചർ ഈസ് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി പ്രോസസ്. ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ എന്താവും എന്ന് നോക്കാം. നമ്മളിവിടെ സർട്ടൻ മാസ് ഓഫ് ഐഡിയൽ ഗ്യാസ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അതിനൊരു പിസ്റ്റൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാൾസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി കണ്ടക്ടിംഗ് ആണ്. ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൌണ്ടിങ്സ് പോസിബിൾ ആണ്.
P1 V1 T ആണ് ആദ്യം ഉള്ള പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഗ്യാസിനെ ഹീറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കുന്നു. അതിനുശേഷം പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഇങ്ങനെയാവുന്നു P2 V2 T. ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദി പ്രോസസ് കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. പ്രഷറും വോളിയവും കൂടി എടുത്ത് ഗ്രാഫ് വരയ്ക്കുന്നതിനാണ് ഐസോതെർമൽ പ്രോസസിന്റെ ഗ്രാഫ് PV ഡയഗ്രാം എന്ന് പറയുന്നത്. ഗ്രാഫിന്റെ ഷേപ്പ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും. ഫോർ 1 mole ഓഫ് an ideal gas, we know the equation is PV equal to RT. Before expansion, the condition was P1 V1 equal to RT. After expansion, it is P2 V2 equal to RT. So, we have for an isothermal process, the equation P1 V1 equal to P2 V2. A gas can be heated keeping either its pressure a constant or its volume a constant. Here, in the isothermal process, we consider the work to be pressure into change in volume. Okay? Volume ഒരു ചെറിയ ക്വാണ്ടിറ്റി dV ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വർക്ക് ഡൺ dW ആണെന്നിരിക്കട്ടെ. Then dW will be P into dV. Okay? ടോട്ടൽ വോളിയം ചേഞ്ച് ചെയ്യുന്നത് V1 ൽ നിന്നും V2 ലേക്കാണ്. എക്സ്പാൻഷന് മുമ്പ് വോളിയം V1 ആയിരുന്നു, എക്സ്പാൻഷന് ശേഷം വോളിയം V2 ആണെന്നാണ് എടുക്കുന്നത്. Then total work done will be W equal to integral V1 to V2 PdV. We know the ideal gas equation for mu moles of an ideal gas PV equal to mu RT. From this, P equal to mu RT divided by V. Let us substitute the value of P, which is mu RT divided by V, in the expression W equal to integral V1 to V2 PdV. Then we have W equal to integral V1 to V2 mu RT divided by V into dV. Okay? Mu RT എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. വോളിയം ചേഞ്ച് ചെയ്യുന്ന കേസാണ് എടുക്കുന്നത്. സോ ഇന്റഗ്രേഷന് പുറത്ത് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ കൺസിഡർ ചെയ്യേണ്ടത് വോളിയത്തിന്റെ കേസിൽ മാത്രമാണ്. So W equal to mu RT into integral V1 to V2 dV divided by V. Integral 1 by V dV എന്നാൽ log V ആണ്. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് V2 ആണ്, ലോവർ ലിമിറ്റ് V1 ആണ്. So W will be mu RT into log V2 minus V1. നാച്ചുറൽ ലോഗരിതമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോമൺ ലോഗരിതം വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. നാച്ചുറൽ ലോഗരിതം കൊടുത്തിരിക്കുന്നു. ഓക്കെ, സോ അവർ എക്സ്പ്രഷൻ വിൽ ബി W equal to mu RT log V2 minus log V1. log V2 minus log V1 എന്നാൽ log V2 by V1 ആണ്. ഓക്കെ, so work done during an isothermal process will be obtained as W equal to mu RT log V2 divided by V1. ഇനി ഇത് തന്നെ നമുക്ക് പ്രഷറിന്റെ ടേംസിലും കൊടുക്കാൻ സാധിക്കും. P1 V1 equal to P2 V2 എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ V2 by V1 പകരം P1 by P2 എന്ന് കിട്ടുന്നതാണ്. Then the expression for work done will be W equal to mu RT log P1 divided by P2. Okay? തെർമോഡൈനാമിക് വേരിയബിൾ ആയ വോളിയം കോൺസ്റ്റന്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്. എ പ്രോസസ് ഇൻ വിച്ച് ദ വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് ആൻ ഐസോകോറിക് പ്രോസസ്. ഓക്കെ, വോളിയത്തിന് മാത്രം വ്യത്യാസം വരുന്നില്ല. പ്രഷർ, ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി ഇവയെല്ലാം വ്യത്യാസം വരുന്നു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഇന്റേണൽ എനർജി കൂട്ടുന്നതിനും വർക്ക് ഡണിനും വേണ്ടിയിട്ടാണ് കൊടുക്കുന്ന ഹീറ്റ് എനർജി ഉപയോഗിക്കപ്പെടുന്നത്. ഇവിടെ ഐസോകോറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. കൊടുക്കുന്ന ഹീറ്റ് എനർജി മുഴുവനും ഗ്യാസ് മോളിക്യൂൾസിന്റെ, ടയറിനുള്ളിലെ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇന്റേണൽ എനർജി കൂട്ടുന്നതിന് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തുന്നത്. വോളിയം കോൺസ്റ്റന്റ് ആയി ടയറിനുള്ളിലെ
ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം കോൺസ്റ്റന്റ് ആയി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് പി വി ഡയഗ്രാം നോക്കാം. പി വി ഡയഗ്രാം നോക്കുമ്പോൾ പ്രഷറിൽ വ്യത്യാസം വരുന്നുണ്ട്, പക്ഷെ വോളിയം എപ്പോഴും വിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഈ പേജിൽ വർക്ക് ഡൺ ബൈ ആൻ ഐഡിയൽ ഗ്യാസ് ഡ്യൂറിംഗ് ആൻ അഡിയബാറ്റിക് പ്രോസസ് ആണ് ചെയ്തിരിക്കുന്നത്. ക്ലാസിന്റെ ലിങ്ക് ഷെയർ ചെയ്തു തരാം. 2 മാർക്കിന് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൂ എന്നതുകൊണ്ട് ഇപ്പോ തൽക്കാലം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വർക്ക് ഡൺ ഡ്യൂറിംഗ് ആൻ അഡിയബാറ്റിക് പ്രോസസ്, ദ എക്സ്പ്രഷൻ ഈസ് ഗിവൺ ബൈ W equal to mu r divided by 1 minus gamma into T2 minus T1. എക്സ്പ്രഷന്റെ ഡെറിവേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നുള്ളവര് ലിങ്ക് ഓപ്പൺ ആക്കി കാണുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കാം. ഇനി ഏതാനും 1 word ക്വസ്റ്റ്യൻസ് നോക്കാം. ഐസോക്ലോറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ 0 ആണ്. ഐസോബാറിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഹീറ്റ് എൻജിൻസ് കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി. പിന്നെ ഹീറ്റ് എൻജിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് വരച്ച് പഠിക്കണം. മുൻപ് സൂചിപ്പിച്ചു, ഹീറ്റ് എൻജിൻ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് ഹീറ്റ് എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി. അപ്പൊ അതിന്റെ എഫിഷ്യൻസി, എത്രത്തോളം ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് given by eta equal to W divided by Q1. Q1 is the heat absorbed by the system from the source. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുള്ളവര് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഓപ്പൺ ആക്കി കാണുക. വളരെ വിശദമായ ക്ലാസ് തന്നെ തന്നിട്ടുണ്ട്. എഫിഷ്യൻസി ഓഫ് ദി ഹീറ്റ് എൻജിൻ ഈസ് ഗിവൺ ബൈ ദി എക്സ്പ്രഷൻ eta equal to 1 minus T2 by T1 or eta equal to 1 minus Q2 by Q1. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് പ്രോബ്ലം സെക്ഷനിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലംസിന്റെ ഒരു ക്ലാസ്സും തെർമോഡൈനാമിക്സിൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പ്ലേലിസ്റ്റിൽ 8 ക്ലാസ്സുകളുണ്ട്. താല്പര്യമുള്ളത് ഏതാന്ന് വെച്ചാൽ ഓപ്പൺ ആക്കി കാണാവുന്നതാണ്. Is it possible for an engine to have 100% efficiency? പ്രാക്ടിക്കലായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും ഒരു എഞ്ചിന് 100% എഫിഷ്യൻസിയോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റുമോ? കൊടുക്കുന്ന ഹീറ്റ് എനർജി മുഴുവൻ വർക്കാക്കി മാറ്റാൻ പറ്റുമോ? ഏതൊരു ഡിവൈസ് ആണെങ്കിലും അത് കുറെ എനർജി ഹീറ്റിന്റെ രൂപത്തിൽ നഷ്ടപ്പെടുത്തുന്നുണ്ടാവും. പൂർണ്ണമായിട്ടും വർക്കാക്കി മാറ്റാൻ പറ്റൂല. ആർക്കായാലും പഠിക്കുന്ന മൊത്തം കാര്യങ്ങള് പരീക്ഷ പേപ്പറിൽ എഴുതി വെക്കാൻ പറ്റൂല. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ? അപ്പം 100% എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒരിക്കലും പോസിബിൾ അല്ല. കുറെ എന്തായാലും ഹീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകാനും അതുപോലെ വേസ്റ്റേജ് ഓഫ് എനർജി ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. ഓക്കെ, ഈറ്റ ഈക്വൽ ടു 1 അല്ലെങ്കിൽ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാല് Q2 0 ആയിരിക്കണം എന്നാണ്. Q2 0 ആണെങ്കിൽ മാത്രമേ എന്ത് വരുവുള്ളൂ? ഈറ്റയുടെ വാല്യൂ 1 കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ 100% വരികയുള്ളൂ. അപ്പം കോൾഡ് റിസർവോയറിലേക്ക് ഹീറ്റ് റിജക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാണ് Q2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. നമുക്കറിയാം, ഏതൊരു ഡിവൈസ് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും കുറെ എനർജി ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും Q2 0 ആവുക എന്നൊരു കേസ് പ്രാക്ടിക്കൽ അല്ല. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം ആണ്. വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ 273 കെൽവിൻ ആൻഡ് 373 കെൽവിൻ? 273 കെൽവിൻ ആണ്. അതായത് ഐസ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസിനും സ്റ്റീം പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇക്വേഷൻ ഈറ്റ ഈക്വൽ ടു 1 മൈനസ് T2 by T1 ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കെൽവിൻ സ്കെയിലിലെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിത് ചെയ്യുമ്പോൾ കിട്ടുക 0.268 എന്നാണ്, അല്ലെങ്കിൽ 26.8% എന്നാണ്. അപ്പോ ഐസ് പോയിന്റിനും സ്റ്റീം പോയിന്റിനും ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി
26.8% മാത്രമാണ്. ഓക്കെ, ഇനി എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. സ്റ്റീം എഞ്ചിൻ. Then give an example for an internal combustion engine. Internal combustion engine എന്ന് പറയുമ്പോൾ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനുമാണ്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ക്ലാസ് ഒന്ന് റെഫർ ചെയ്യണം, അല്ലെങ്കിൽ പേര് മാത്രം പഠിച്ചാലും മതിയാകും. Chapter 13 Kinetic Theory. Write any 4 postulates of kinetic theory of an ideal gas. 6 postulates കൊടുത്തിട്ടുണ്ട്. പഠിക്കാൻ എളുപ്പമുള്ള ഏതെങ്കിലും 4 പഠിച്ചു വെക്കുക. Second question, derive the expression for the pressure of an ideal gas. Pressure of an ideal gas is given by the expression 1/3 nm v square bar. ഇതിന്റെ ഡെറിവേഷൻ നേരത്തെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്നുകൂടി ഷെയർ ചെയ്യാണ്. Pressure of an ideal gas. Postulates of kinetic theory of gases 2 മാർക്കിന്റെ സെക്ഷനിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇന്നിപ്പോ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്രഷൻ ഫോർ ദി പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എന്നതാണ്. നമുക്കറിയാം, അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ. ഒരു ബോക്സിൽ, ആ ബോക്സിന്റെ ഒരു വശം L ലെങ്ത് ഉള്ളതാണ്, അതിൽ ഐഡിയൽ ഗ്യാസ് എടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. റാൻഡം മോഷനിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ അവ ബോക്സിലും ചെന്നിടിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് പ്രഷർ ഉണ്ടാവും. കാരണം യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുന്നത്. ഇവിടെ ബോക്സിലെ ഗ്യാസ് മോളിക്യൂൾസിന്റെ വെലോസിറ്റി കാണിച്ചിരിക്കുന്നു, നോക്കുക. Vx is the velocity of gas molecules along the x-axis. Vy is the velocity of gas molecules along the y-axis. And Vz is the velocity of gas molecules along the z-axis. X-axisലെ മോളിക്യൂൾസിനെ പരിഗണിക്കാം. X-axis ആവുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് പരിഗണിക്കുമ്പോഴേക്കും YZ കമ്പോണൻസിന് വ്യത്യാസമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ കൊളീഷന് മുമ്പും കൊളീഷന് ശേഷവും ഉള്ള മൊമെന്റം എടുക്കാം. മൊമെന്റം ബിഫോർ കൊളീഷൻ P ഈക്വൽ ടു mvx. മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ P ഈക്വൽ ടു -mvx. ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആവുമല്ലോ. സോ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ P ഈക്വൽ ടു -mvx. ചേഞ്ച് ഇൻ മൊമെന്റം ഇംപാർട്ടഡ് ടു ദി വോൾ. വോളിന് ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് mvx -mvx ദാറ്റ് ഈസ് ഈക്വൽ ടു 2mvx ആയിരിക്കും. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ ചേഞ്ച് ഇൻ മൊമെന്റത്തെ അതിനടുത്ത സമയം t കൊണ്ട് ഹരിക്കണം. സോ dp/dt ഈക്വൽ ടു 2mvx ഡിവൈഡഡ് ബൈ t. വാട്ട് ഈസ് vx? vx കണ്ടുപിടിക്കണം. നമുക്കറിയാം, വെലോസിറ്റി എന്നാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ബോക്സിന്റെ ലെങ്ത് ക്യാപിറ്റൽ L ആണ്. L ഡിസ്റ്റൻസ് അങ്ങോട്ടും L ഡിസ്റ്റൻസ് ഇങ്ങോട്ടും കൊളീഷന് വേണ്ടി ട്രാവൽ ചെയ്യണം. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയായിരിക്കും? 2L ആയിരിക്കും. Therefore, time for collision is t equal to distance divided by velocity, or t equal to 2L divided by Vx ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി dp/dt, അതില് ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ dp/dt എന്നത്
2mvx ഡിവൈഡഡ് ബൈ ടി ആണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതായത് 2mvx ഡിവൈഡഡ് ബൈ ടിക്ക് പകരം 2l ബൈ vx കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. vx ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പോ vx ഇൻറ്റു vx vx സ്ക്വയർ വരും. ഓർ dp ബൈ dt ഈക്വൽ ടു mvx സ്ക്വയർ ഡിവൈഡഡ് ബൈ l എന്ന് കിട്ടും. ഒരിക്കൽ കൂടി പറയുന്നു. ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ F ഈക്വൽ ടു dp ബൈ dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അതിന് ആനുപാതികമായിട്ടായിരിക്കും ഫോഴ്സ് അനുഭവപ്പെടുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം dp ബൈ dt നേരത്തെ ചെയ്തു. അതാണ് ഇത് 2mvx ഡിവൈഡഡ് ബൈ ടി. ഇതിൽ ടിയുടെ വാല്യൂ t ഈക്വൽ ടു 2l ബൈ vx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ F ഈക്വൽ ടു dp ബൈ dt എന്നത് 2mvx ഡിവൈഡഡ് ബൈ t, ദാറ്റ് ഈസ് ഈക്വൽ ടു 2mvx ഡിവൈഡഡ് ബൈ 2l ബൈ vx ഈക്വൽ ടു mvx സ്ക്വയർ ബൈ l എന്ന് കിട്ടും. ഇനി മീൻ സ്ക്വയർ വെലോസിറ്റി എടുക്കാം. v സ്ക്വയർ ബാർ ഈക്വൽ ടു vx സ്ക്വയർ ബാർ പ്ലസ് vy സ്ക്വയർ ബാർ പ്ലസ് vz സ്ക്വയർ ബാർ ആണ്. എല്ലാ ഡിറക്ഷനിലും സെയിം വെലോസിറ്റി ആയതുകൊണ്ട് vx സ്ക്വയർ ബാർ ഈക്വൽ ടു vy സ്ക്വയർ ബാർ ഈക്വൽ ടു vz സ്ക്വയർ ബാർ. അതല്ലെങ്കിൽ v സ്ക്വയർ ബാർ ഈസ് ദ സെയിം ആസ്, എങ്ങനെ എഴുതാം? 3vx സ്ക്വയർ ബാർ or vx square bar equal to v square bar divided by 3. ഇനി f equal to mvx square divided by l എന്ന ഇക്വേഷനില് vx സ്ക്വയറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? f equal to m by l ആദ്യം എഴുതാം. സോ f equal to m by l into vx square. That is the same as m by l into v square bar divided by 3. Okay? That is m v square bar divided by 3l. Or f equal to 1 by 3 m v square bar divided by l. Okay? പ്രഷർ എന്നാൽ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ്. Therefore, P equal to F by E. ഫോഴ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. 1 by 3 m v square bar divided by L. ഏരിയ എന്താണ്? ബോക്സിന്റെ ഏരിയ, ദാറ്റ് ഈസ് L സ്ക്വയർ. എന്തുകൊണ്ടാണ്? ഒരു വശത്തിന്റെ നീളം L ആണ്. അതുകൊണ്ട് ഏരിയ ഈസ് L സ്ക്വയർ. Therefore, pressure P equal to 1 by 3 m v square bar divided by L cube. Okay? L ഉം L സ്ക്വയറും കൂടിയാണ് L ക്യൂബ് എന്ന് വരുന്നത്. ഇവിടെ എന്താണ് L ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോക്സിന്റെ വോളിയം ആണ്, V ആണ്. സോ പ്രഷർ P ഈക്വൽ ടു 1 by 3 m v square bar divided by V. Okay? v സ്ക്വയർ ബാർ എന്നത് മീൻ സ്ക്വയർ വെലോസിറ്റി ആണ്. v എന്നത് വോളിയം ഓഫ് ദി ബോക്സ് ആണ്. ക്യാപിറ്റൽ N മോളിക്യൂൾസ് ആണ് ബോക്സിലുള്ളത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ P ഈക്വൽ ടു 1 by 3 n m v സ്ക്വയർ ബാർ ഡിവൈഡഡ് ബൈ v ആയിരിക്കും. ഇനി നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, അതായത് ക്യാപിറ്റൽ N ബൈ V എന്നുള്ളതിനെ സ്മോൾ n കൊണ്ട് സൂചിപ്പിക്കാനാവുമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? P ഈക്വൽ ടു 1 by 3 സ്മോൾ n സ്മോൾ m v സ്ക്വയർ ബാർ. ഇത് P ഈക്വൽ ടു 1 by 3 ക്യാപിറ്റൽ N സ്മോൾ m v സ്ക്വയർ ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ V എന്ന എക്സ്പ്രഷന് സമാനമായത് തന്നെയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ
small n is the number of molecules per unit volume. Small n equal to capital N by capital V എന്ന് കൊടുക്കുമ്പോഴാണ് നമ്മുടെ എക്സ്പ്രഷൻ P equal to 1/3 nm v square bar എന്ന് കിട്ടുക. തേർഡ് ക്വസ്റ്റ്യൻ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഷോ ദാറ്റ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ്. പ്രഷറിന്റെ എക്സ്പ്രഷൻ തുടങ്ങാം. P equal to 1/3 nm v square bar. സ്മോൾ എന്നിന് പകരം ക്യാപിറ്റൽ N by V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യാപിറ്റൽ N നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദി സാമ്പിൾ ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും PV equal to 1/3 ക്യാപിറ്റൽ N m v square bar എന്ന് കിട്ടും. ഓക്കെ, അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. 2/3 എടുത്തിട്ട് n into half m v square bar എന്ന് കൊടുക്കുന്നു. n into half m v square bar എന്ന് പറഞ്ഞാല് ആവറേജ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ആണ്. ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ വി ഹാവ് ദി ഇക്വേഷൻ PV equal to 2/3E which is marked as equation number 1. ഇനി ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ PV equal to n into kB into T എന്നതാണ്. n എന്ന് പറയുന്നത് അവോഗാഡ്രോ നമ്പർ ആണ്. kB ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ആണ്. ക്യാപിറ്റൽ T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഇക്വേഷൻ 1 ഉം 2 ഉം LHS PV തന്നെയാണ്. പ്രഷർ ഇൻറ്റു വോളിയം RHS അപ്പൊ ഇക്വേറ്റ് ചെയ്യാം. സോ 2/3 E equal to n into kB into T. സോ E equal to 3/2 into n into kB into T. സോ E by n എന്ന് പറഞ്ഞാല് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾ. ദാറ്റ്സ് ഈക്വൽ ടു 3/2 kB into T. അപ്പൊ 3/2 kB ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരും. സോ E by n or average kinetic energy of the molecule is proportional to the absolute temperature capital T. ഇപ്പൊ കിട്ടിയ എക്സ്പ്രഷൻ വെച്ചിട്ട് ഫോർത്ത് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. obtain the expression for the root mean square speed of a molecule of an ideal gas. We have E by n equal to 3/2 kB into T. E by n എന്ന് പറഞ്ഞാല് kinetic energy ആണ്. സോ half mv square bar എന്ന എക്സ്പ്രഷൻ കൊടുക്കാം. which is equal to 3/2 kB into T or v square bar equal to 3 kB into T divided by m. അതിൽ നിന്നും v square bar അറിയാമെങ്കിൽ VRMS എഴുതാം. സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സോ VRMS equal to square root of 3 kB into T divided by m. Okay, m is the mass of the molecule. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എസ്റ്റിമേറ്റ് ദ ആവറേജ് തെർമൽ എനർജി ഓഫ് എ ഹീലിയം ആറ്റം അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 27 degrees Celsius. ഇത് 3/2 kB into T വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. 27 ഡിഗ്രി സെൽഷ്യസിനെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിലേക്ക് മാറ്റുമ്പോൾ 300 കെൽവിൻ ആകും. kB എന്ന് പറയുന്നത് ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വി ഹാവ് ദ ആവറേജ് തെർമൽ എനർജി 6.21 into 10⁻⁻21 joule. ചാപ്റ്റർ 14 ഓസിലേഷൻസ്. ആദ്യം തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ച് മനസ്സിലാക്കണം. ഒരു പാർട്ടിക്കിളിന് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. ഈ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സിന് ആനുപാതികമായിട്ടായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് ഡിറക്ട് ചെയ്തിരിക്കുന്നത് മീൻ പൊസിഷനിലേക്കായിരിക്കും. ഊഞ്ഞാലാട്ടം ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ മനസ്സിലാവും. ഇനി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ നോക്കാം. xt equal to a cos omega t plus phi. xt displacement, a amplitude, omega angular frequency, omega t plus phi phase, phi initial phase angle. ഈ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തുടർന്ന് കാണാം. ഇനി ആംഗുലർ ഫ്രീക്വൻസി എന്താണെന്ന് നോക്കാം. നമ്പർ ഓഫ് ആംഗുലർ വൈബ്രേഷൻസ് ഇൻ 1 second. അതാണ് ആംഗുലർ ഫ്രീക്വൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒമേഗ ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ 2π/t where t is the time period, 1/t is the frequency nu. Therefore, omega can also be written as omega equal to 2π nu. Unit of omega is radian per second and it is a scalar quantity. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ തന്നിട്ട് ആംപ്ലിറ്റ്യൂഡ്, ആംഗുലർ ഫ്രീക്വൻസി, പീരിയഡ് ഫ്രീക്വൻസി, ഇനീഷ്യൽ ഫേസ് ഇവയൊക്കെ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പതിവായി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണിത്.
ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യണം. അതായത് a cos omega t plus phi എന്നതിനോട്. അപ്പോൾ നമുക്ക് കിട്ടും ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു 8 മീറ്റർ. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയുടെ സ്ഥാനത്ത് കിടക്കുന്നത് എന്താണ്? ഒമേഗ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 10 പൈ ടി ആണ്. സോ ഒമേഗ ഈക്വൽ ടു 10 പൈ റേഡിയൻ പെർ സെക്കൻഡ്. ഇനി നമുക്ക് അതിൽ നിന്നും ടൈം പീരീഡ് കണ്ടുപിടിക്കാം. ടൈം പീരീഡ് ടി ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ. therefore 2 പൈ ബൈ 10 പൈ ഈക്വൽ ടു 1/5 സെക്കൻഡ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല് റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. ന്യൂ ഈക്വൽ ടു 1/t. സോ 5 ഹെർട്സ് എന്ന് കിട്ടുന്നതാണ്. ഇനീഷ്യൽ ഫേസ് 5 കറസ്പോണ്ടിങ് ആയിട്ട് π/4 ആണ്. അപ്പോ ഈ പ്രോബ്ലം വളരെ എളുപ്പമാണ്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. മാർക്ക് ഒരിക്കലും മിസ്സാക്കരുത്. Expression for the time period of oscillation of a simple pendulum. T equal to 2 pi into root of L by G. എന്ന എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാം. ചില കാര്യങ്ങൾ ആമുഖമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സിമ്പിൾ പെൻഡുലത്തിന് ഒരു ബോബ് BOB ഉണ്ടായിരിക്കും. ഈ ബോബിന്റെ മാസ് പോയിന്റ് മാസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് ആ വസ്തുവിന്റെ മാസ് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ്. അതാണ് പോയിന്റ് മാസ് എന്ന കൺസെപ്റ്റ്. ഇനി ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്താണെന്ന് അറിയണം. ഫിക്സ്ഡ് സപ്പോർട്ട് സൂചിപ്പിക്കുന്ന പോയിന്റ് P മുതൽ സെന്റർ ഓഫ് ദി ബോബ് വരെയുള്ള ലെങ്ത് ആണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം. ലെങ്ത് ഓഫ് ദി പെൻഡുലം മെഷർമെന്റ് ഫിസിക്സ് ലാബില് സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലെങ്ത് മെഷർമെന്റ് പക്കയായിരിക്കണം. ലെങ്ത് മാറിയാൽ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദി പെൻഡുലം മാറും. അപ്പോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മെഷർമെന്റ് തെറ്റായിട്ടായിരിക്കും കിട്ടുക. ഇനി അറിയാനുള്ളത് ആംഗിൾ ഓഫ് സ്വിംഗ് ആണ്. ആംഗിൾ ഓഫ് സ്വിംഗ് തീറ്റ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കുക. ആംഗിൾ OPA എന്നതാണ് ആംഗിൾ ഓഫ് സ്വിംഗ്. ആംഗിൾ ഓഫ് സ്വിംഗ് സ്മോൾ ആംഗിൾഡ് ആയിരിക്കണം. അതായത് 30 ഡിഗ്രിയില് കുറവായിരിക്കുന്നതാണ് അഭികാമ്യം. ഓക്കെ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പെൻഡുലം OA കാണിച്ചിരിക്കുന്നത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാനുള്ളത് സ്ട്രിംഗിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തെല്ലാമാണെന്നാണ്. ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദി ബോബ് എലോങ് ദ സ്ട്രിംഗ് ഈസ് ദി ടെൻഷൻ. അതിന്റെ ഡിറക്ഷൻ ടുവേർഡ്സ് AP ആണ്. ഓക്കെ. പിന്നെ ഉള്ളത് വെയിറ്റ് ഓഫ് ദി ബോബ് mg. Mass of the bob m ആണല്ലോ. So weight of the bob is mg, vertically downwards. ഈ ഫോഴ്സ് mg യെ നമുക്ക് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യണം. mg is resolved into 2 components. അത് ഡയഗ്രത്തിൽ വ്യക്തമാണ്. It is clear that mg cos theta equal to tension and mg sin theta equal to restoring force. Restoring force എന്നാൽ സ്ട്രിങ്ങിനെ ഓസിലേറ്റ് ചെയ്യിക്കുമ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചു വരാനായി സഹായിക്കുന്ന ഫോഴ്സ് ആണ്. ഇങ്ങോട്ട് വലിച്ചു വിടുമ്പോൾ അങ്ങോട്ടായിരിക്കും പോകുന്നത്. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് F ഈക്വൽ ടു -kx എന്ന് പറയാം. -kx is equal to mg sin theta. Restoring force is proportional to the displacement and is directed opposite. അതാണ് F equal to -kx എന്നാൽ അർത്ഥം. K പറയുന്ന പേര് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നാണ്. ഫോഴ്സ് ഈസ് proportional to the displacement and is opposite to it. അതാണ് F equal to -kx ന്റെ
പൂർണ്ണമായ അർത്ഥം. നമുക്ക് ഇനി ഇങ്ങനെ എഴുതാം, kx equal to minus mg sin theta. Restoring force F equal to minus kx ആണല്ലോ. സോ kx equal to minus mg sin theta. ഇവിടെയുള്ളതിൽ ഒരു ചെറിയ കറക്ഷൻ ശ്രദ്ധിക്കണം. ഇക്വേഷനിൽ ഒരു നെഗറ്റീവ് വേണം, ഒന്ന് മതി. പക്ഷെ ആ ഒരു നെഗറ്റീവ് വാല്യൂ വേണ്ടതാണ്, അത്യാവശ്യമാണത്. സോ ദ കറക്റ്റ് ഇക്വേഷൻ ഈസ് kx equal to minus mg sin theta. സ്മോൾ ആംഗിൾഡ് ഓസിലേഷൻസ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. സ്മോൾ ആംഗിൾഡ് ആവുമ്പോഴേക്കും സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്നൊരു കാര്യം മാത്തമാറ്റിക്സിലുണ്ട്, അത് അപ്ലൈ ചെയ്യണം. Therefore, restoring force F equal to minus mg theta. Minus mg sin theta ക്ക് പകരം സ്മോൾ ആംഗിൾഡ് ആവുമ്പോഴേക്കും മൈനസ് എം ജി തീറ്റ. ഓക്കെ, എഫ് ഈക്വൽ ടു മൈനസ് എം ജി തീറ്റ. ഇനി ആംഗിൾ ഒ എ പി നോക്കുക. ആംഗിൾ തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആർക്ക് എന്നത് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എസ് ആണ്. ബോബിന് രണ്ടു വശത്തേക്കും എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നു എന്നതാണ് എസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഒ എ വാല്യൂ വരുന്നില്ലേ, അത് തന്നെ. റേഡിയസ് ആയിട്ട് ഇവിടെ എടുക്കുന്നത് ലെങ്ത് ഓഫ് ദി പെൻഡുലം എൽ ആണ്. Therefore, angle theta equal to arc by radius is equal to S by L. ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാം. F equal to ma, where a is the acceleration produced during the oscillations. So we have the equation ma equal to minus mg into S by L. Okay, F equal to minus mg theta എന്നുള്ള ഇക്വേഷൻ തന്നെയാണിത്. That is ma equal to minus mg into S by L. ഇക്വേഷന്റെ ഇരുവശങ്ങളിലുള്ള m gets cancelled. Then a equal to minus g by L into S. This equation is marked as equation 1. So equation 1 is a equal to minus g by L into S. വളരെ important ആണിത്. Equation 1 is a equal to minus g by L into S. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ എന്നത് a equal to minus omega square y ആണ്. Acceleration is directly proportional to the displacement. അതാണ് ഈക്വേഷന്റെ മീനിങ്. കൂടുതൽ ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. a equal to minus omega square y എന്നതിലെ ഒമേഗ ആംഗുലർ വെലോസിറ്റി ആണ്. y is the displacement. In our case, it is represented by the letter S. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ ഇങ്ങനെ എഴുതാം. a equal to minus omega square S. Mark it as equation number 2. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കമ്പയർ ചെയ്യുക. സിമിലർ ടേംസ് ഇക്വേറ്റ് ചെയ്യുക. ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് g by L ആണ്. Or omega equal to root of g by L. Okay, clear ആണല്ലോ അല്ലേ? Omega equal to root of g by L, where omega is the angular velocity. Relation between time period t and angular velocity omega is time period capital T equal to 2 pi by omega. ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 pi by root of g by L. t equal to 2 pi by root of g by L എന്ന് പറഞ്ഞാൽ t equal to 2 pi into root of L by g. ന്യൂമറേറ്ററിലേക്ക് എഴുതുമ്പോൾ t equal to 2 pi into root of L by g. ഇതാണ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദി സിമ്പിൾ പെൻഡുലം. നമുക്ക് ഈ എക്സ്പ്രഷൻ ആണ് ഡിറൈവ് ചെയ്യാനുള്ളത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി
ഇക്വേഷനെ സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ ടി സ്ക്വയർ ഈക്വൽ ടു 4π² ഇൻറ്റു L/g എന്ന് വരും. അതിൽ നിന്നും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ഈക്വൽ ടു 4π² ഇൻറ്റു L/t². Okay, so knowing the length of the pendulum and the time period of oscillation of the pendulum, the acceleration due to gravity at a place can be measured using the equation g equal to 4π² into L/t². ഇനി നമുക്ക് സെക്കൻഡ്സ് പെൻഡുലം എന്താണെന്ന് മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് എ സെക്കൻഡ്സ് പെൻഡുലം എന്ന്. ഒരു കംപ്ലീറ്റ് ഓസിലേഷന് 2 സെക്കൻഡ് ടൈം പീരീഡ് വേണ്ടി വരുന്ന കേസാണ് സെക്കൻഡ്സ് പെൻഡുലത്തിനുള്ളത്. സോ സെക്കൻഡ്സ് പെൻഡുലം ഈസ് ദ പെൻഡുലം ഹൂസ് പീരീഡ് ക്യാപിറ്റൽ T ഈക്വൽ ടു 2 സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ്സ് പെൻഡുലം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് എത്രയായിരിക്കുമെന്നാണ് പ്രോബ്ലത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ടി ഈക്വൽ ടു 2π × √L/g എന്നുള്ള ഇക്വേഷൻ എടുക്കുക, സ്ക്വയർ ചെയ്യുക, അതിൽ നിന്നും എല്ലിന്റെ എക്സ്പ്രഷൻ എഴുതുക, T²g/4π². ടിക്ക് പകരം 2 സെക്കൻഡ് കൊടുക്കുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് 2² ഇൻറ്റു ജിക്ക് പകരം 9.8 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3.14², അപ്രോക്സിമേറ്റ്ലി 1 മീറ്റർ എന്ന് കിട്ടുന്നതാണ്.